ആളിപ്പറക്കുന്ന ആര്യ വടകരയിൽ തലയിട്ട വീണ്ടും പണി മേടിച്ചു കൂട്ടി. ഡ്രൈവർ യദുവുമായുള്ള വിവാദത്തിൽ നിന്ന് ഒന്ന് തലയൂരാൻ ഒരു ഐറ്റം ഇട്ടുകൊടുത്തത്. പക്ഷേ നൈസ പണി പാളി മലയാളി കയറി അങ്ങ് മേങ്ങി. വടകരയിൽ ശൈലജ അധിക്ഷേപിച്ച KS ഹരിഹരനെതിരെ പൊട്ടിത്തെറിച്ച ആര്യ നെടുനീളത്തിൽ ഒരു കുറിപ്പിട്ടു. ഇട്ട പോസ്റ്റ് മൂട്ടിൽ വന്ന് വീണ പൊട്ടി. വടകരയിൽ UDF നടത്തിയ ഹീനമായ സ്ത്രീവിരുദ്ധ പ്രചരണങ്ങൾക്ക് അടിവരയിടുന്ന പ്രസംഗമാണ് UDF RMPI നേതാവ് ഹരിഹരൻ നടത്തിയത്. ഹരിഹരനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. തുടങ്ങി കത്തിക്കയറി വന്ന മേയറമ്മയുടെ ഫ്യൂസൂരി വിട്ട് മലയാളി. മേയറിട്ട പോസ്റ്റിന് താഴെ മലയാളികൾ ഒന്നാം തരം പണി കൊടുത്തു. KS ഹരിഹരൻ മഞ്ജു വാര്യരെയും ശൈലജ ടീച്ചറെയും അധിക്ഷേപിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും പറഞ്ഞ് കരയാൻ DYFIക്കാർക്ക് എന്താണ് യോഗ്യത? ഇതൊക്കെ പറയാൻ പറ്റിയ ടീംസ് തന്നെ. ഏത് സ്ത്രീകളുടെ മാനം തെരുവിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോഴാണ് DYFI പ്രതികരിച്ചിട്ടുള്ളത്. ഇതേ DYFIയിലെ യുവതികളെ പാർട്ടിയിലെ നെറുകെട്ടവന്മാർ കയറിപ്പിടിച്ചപ്പോൾ, പാർട്ടി ഓഫീസിലിട്ട് പീഡിപ്പിച്ചപ്പോൾ എന്ത് നടപടിയെടുത്തു? ആ യുവതിയെ ഭീഷണിപ്പെടുത്തി പരാതിയില്ല എന്ന് പറയിപ്പിച്ചവരാണ് സ്ത്രീകൾക്ക് വേണ്ടി വന്നിരുന്നു മൂങ്ങുന്നത്. തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് സഹപാഠിയോട് അങ്ങേയറ്റം മോശമായി പെരുമാറിയ ആർഷോയെ SFI സംസ്ഥാന സെക്രട്ടറിയാക്കി വായിച്ചപ്പോൾ ആര്യയുടെ വായിൽ ബണ്ണായിരുന്നു. വിജയരാഘവൻ രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ചപ്പോൾ മേയറമ്മ ഉറക്കത്തിലായിരുന്നു. നിങ്ങളുടെ തലമുതിർന്ന നേതാവ് MM മണി സ്ത്രീകളെ നിരന്തരം അധിക്ഷേപിക്കുമ്പോഴൊക്കെ എവിടെയായിരുന്നു ആര്യയുടെ സ്ത്രീപക്ഷ നിലപാടുകൾ? MM മണിയോട് പോക്കൃത്തരം പറയരുതെന്ന് ആരും പറഞ്ഞില്ല. CPI നേതാവ് ആനി രാജയോട് മണി പറഞ്ഞത് ഒത്തിരിയുണ്ട്, അവരങ്ങ് ഡൽഹിയിലിരുന്ന് ഉണ്ടാക്കുകയാണെന്നാണ്. മണിക്കെതിരെ നിയമ നടപടി വേണമെന്ന് എന്തുകൊണ്ട് ആര്യ വാദിച്ചില്ല? അവിടെ പ്രതികരിക്കാത്തവർ പിന്നെ വന്നിരുന്ന ഗീർവാണം അടിക്കരുത്. സഹാക്കൾ ആരെയും അധിക്ഷേപിക്കും, സ്ത്രീവിരുദ്ധത പറയും, കയറിപ്പിടിക്കും, വേണയിൽ പീഡിപ്പിക്കും. അപ്പോഴൊക്കെ സഹാക്കൾ കൂട്ടുനിന്ന് കൊടുക്കും. ആര്യയ്ക്ക് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഉപദേശിക്കാൻ എല്ലാം തികഞ്ഞൊരു ടീം തന്നെയാണല്ലോ DYFI. P ശശി എടുത്ത് തലയിൽ വെച്ചിട്ട് തന്നെ സ്ത്രീത്വത്തിന് വേണ്ടി വാദിക്കണം. പവിത്രയുടെയും സഹാത്തികളുടെയും തങ്കക്കുടമായ മണിയാശാൻ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കുമല്ലേ സഹാത്തി? ഹരിഹരനല്ല, ഏത് ഹരിചന്ദ്രന്മാർ വന്ന് സ്ത്രീകളെ അപമാനിച്ചാൽ പൊതുജനം സപ്പോർട്ട് ചെയ്യില്ല. ഹരിഹരൻ നാക്കുപിഴ എന്ന് പറഞ്ഞ് മാപ്പെങ്കിലും പറഞ്ഞു. എന്നാൽ ബാലന്റെ കണ്ടെത്തലിൽ തീവ്രത കുറഞ്ഞ സ്ത്രീ പീഡനം നടത്തിയ P ശശിയെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് കാരണഭൂതൻ നിയമിച്ചതിന് ഒന്നും പറയാനില്ലേ? സ്ത്രീകളുടെ സുരക്ഷയുടെ അട്ടിപ്പറവകാശം നിങ്ങൾക്കാരാ തന്നത്? ലേശം എളുപ്പ എൻ്റെ പൊന്നു മേയറമ്മേ, വെറുതെ കയറി ചെന്നങ്ങ് പണി മേടിക്കണമായിരുന്നു. ആര്യ ചേച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തള്ളിങ്ങനെയായിരുന്നു: മര്യാദയുടെ സകല സീമകളിൽ ലംഘിച്ച ഒരു തിരഞ്ഞെടുപ്പ് കാലം വടകരയിൽ വർഗീയ സ്ത്രീവിരുദ്ധ ശക്തികളുടെ കുത്തരങ്ങായി മാറ്റിയ UDF ജാളിയത മറയ്ക്കാനായി നടത്തിയ പരിപാടി പോലും അതിലേറെ സ്ത്രീവിരുദ്ധ സമ്മേളനമായാണ് അവസാനിച്ചത്. ഹരിഹരൻ നടത്തിയ പ്രസംഗം സാംസ്കാരിക കേരളത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലേറെ ബഹുമാനിപ്പിക്കപ്പെടുന്ന സ്വപ്രയത്നത്താൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരികളെപ്പോലും RMP UDF നേതൃത്വം എത്രമാത്രം നികൃഷ്ടമായ കണ്ണുകളോടുകൂടിയാണ് കാണുന്നത് എന്നത് തെളിയിക്കുന്നതാണ് പ്രസംഗം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ച ഷാഫി പറമ്പിൽ അനുകൂല പരിപാടികളാണ് ഇത്രയും ഹീനമായ സ്ത്രീവിരുദ്ധ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. KK രമ MLAയുടെ സാന്നിധ്യത്തിലാണ് RMP നേതാവ് ഇത്രയും വൃത്തികെട്ട നിലയിൽ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയത്. ശ്രീമതി KK രമ ഇതിനോട് പ്രതികരിക്കേണ്ടതായുണ്ട്. ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും അപമാനിച്ച ഹരിഹരനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഇതായിരുന്നു ആര്യയുടെ തള്ളുകഥ.